വചനമൊഴി ജനുവരി 30. വചനഭാഗം 2 കോറിന്തോസ് 5:11-14, യോഹന്നാന്റെ സുവിശേഷം 1:35-42. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിറ്റേന്ന് യോഹന്നാൻ വീണ്ടും തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചു. ഈശോ തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ അവനോട് പറഞ്ഞു, റബ്ബി, ഗുരുവെന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ അവരോട് പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, അഭിഷിക്തൻ എന്നാണ് ഇതിനർത്ഥം, കണ്ടു എന്ന് പറഞ്ഞു. അവനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോ അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്. കേപ്പ, അതായത് പാറ എന്ന് നീ വിളിക്കപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുന്ന കാര്യമാണ്. ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹന്നാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനും ഈശോയുടെ മഹത്വത്തിനും വേണ്ടിയാണ് സ്നാപക യോഹന്നാൻ വന്നത്. തന്റെ ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്ന സ്നാപകനാണ് അവൻ വളരണം, ഞാൻ കുറയണം എന്ന് പറഞ്ഞത്. തന്റെ ശിക്ഷഗണത്തിൽ നിന്ന് ഉള്ളവരെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞു വിടുന്നു. ഈശോയെ അനുഗമിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. താൻ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ കൂടെയുള്ളവരെ പോലും ഈശോയുടെ അനുയായികളായി പറഞ്ഞു വിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നു. ഈശോയുടെ അനുയായികളായി പറഞ്ഞുവിട്ട് തന്റെ വചനം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നു. ഈശോയെ അനുഗമിക്കുന്ന ആ ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരുടെ ആഗ്രഹം ഗുരു വസിക്കുന്ന ഇടം കാണുക. ഈശോ പറഞ്ഞു, വന്ന് കാണുക. അവർ ഈശോയെ അനുഗമിച്ച് അവൻ വസിക്കുന്നിടം ചെന്ന് കാണുകയാണ്. ഈശോയുടെ ശിഷ്യന്മാരാകാൻ, ഈശോയുടെ ശിഷ്യന്മാരാകുന്ന എല്ലാവരുടെയും ആഗ്രഹം ഈശോ വസിക്കുന്ന സ്ഥലം കാണുക എന്നാണ്. അതിനെന്ത് ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത്? ഈശോയെ അനുഗമിക്കുക. ഈശോയെ അനുഗമിക്കുന്നവർക്ക് അവിടുന്ന് വസിക്കുന്ന ഇടം കാണുവാൻ സാധിക്കുകയുള്ളൂ. അനുദിന ജീവിതത്തിൽ ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഈശോ വസിക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഈശോ വസിക്കുന്ന ഇടം പിതാവിൻ്റെ സന്നിധിയാണ്, സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന നമുക്ക് വാക്കിലും പ്രവൃത്തിയിലും ഈശോയെ അനുഗമിക്കാം. ഈശോയെ അനുഗമിച്ച് അവിടുന്ന് ആയിരിക്കുന്നിടത്ത് നമുക്കുമായിരിക്കാം. ഈശോയെ അനുഗമിച്ച് അവിടുന്ന് ആയിരിക്കുന്നിടത്ത് എത്തിച്ചേരുവാനുള്ള നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് നമുക്കും തീർത്ഥയാത്ര നടത്താം. ഈശോയെ അനുഗമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ ആയിരിക്കുന്ന സ്ഥലം കാണുവാനും അവിടെ ആയിരിക്കുവാനും വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. സ്വർഗോന്മുഖമായ ഈ യാത്രയിൽ വാക്കിലും പ്രവൃത്തിയിലും
ഈശോയെ അനുഗമിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.